അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റായ ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നു നമുക്ക് ആ പാഠത്തിൻ്റെ അവസാന ഭാഗമായ എ ബ്രൂയിസ് പഠിക്കാം. അതോടൊപ്പം ഹാപ്പിനെസ് എന്ന പോയവും മറ്റ് പ്രവർത്തനങ്ങളും ചെയ്യാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ മഴ നനഞ്ഞ് ലില്ലി ഒരു കടയുടെ വരാന്തയിൽ കയറി നിൽക്കുന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ലില്ലിയുടെ ബാല്യകാലത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി എ ബ്രൂയിസ്, ഒരു മുറിവ്. ലില്ലി സൈഡ് ആസ് ദ സെക്കൻഡ് ബെൽ റാങ് അറ്റ് സ്കൂൾ. സ്കൂളിൽ സെക്കൻഡ് ബെല്ല് മുഴങ്ങിയപ്പോൾ ലില്ലി നെടുവീർപ്പിട്ടു. The rain showed no sign of stopping or slowing down. മഴ കുറയുന്നതിനോ നിൽക്കുന്നതിനോ ഉള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. The cold wind was still blowing. തണുത്ത കാറ്റ് ഇപ്പോഴും വീശിക്കൊണ്ടിരിക്കുകയാണ്. If she was late for the classes, her teacher would scold her. അവൾ ക്ലാസ്സിൽ വൈകിയെത്തിയാൽ ടീച്ചർ അവളെ വഴക്കു പറയും. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്കു പറയുക, ചീത്ത പറയുക എന്നൊക്കെയാണ് അർത്ഥം. അറ്റ് ടൈംസ് ഷീ വുഡ് ബീറ്റ് ഹെർ ടു. ചില സമയത്ത് ടീച്ചർ അവളെ അടിക്കുകയും ചെയ്യും. ലില്ലി സ്റ്റാർട്ടഡ് റണ്ണിങ് ടു സ്കൂൾ. ലില്ലി സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങി. ദ റെയിൻ ഡ്രെഞ്ച്ഡ് ഹെർ ക്ലോത്ത്സ് എഗെയിൻ. മഴ വീണ്ടും അവളുടെ വസ്ത്രങ്ങളെ മുഴുവനായും നനച്ചു. ഷീ ഹെൽഡ് ഹെർ ബുക്സ് ആൻഡ് സ്ലേറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. അവൾ തൻ്റെ പുസ്തകവും സ്ലേറ്റുമെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഞ്ച് എന്നാണ് അർത്ഥം. സഡൻലി ഷീ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഓൺ ദ റോഡ്. പെട്ടെന്ന് അവൾ വഴുക്കി റോഡിൽ വീണു. സ്ലിപ്ഡ് എന്ന് പറഞ്ഞാൽ വഴുക്കി, തെന്നി എന്നാണ് അർത്ഥം. ഹെർ സ്കേർട്ട് വാസ് സോയിൽഡ് ആൻഡ് ഗോട്ട് ടോൺ. അവളുടെ പാവാടയിൽ മണ്ണ് പുരണ്ടു, അത് കീറുകയും ചെയ്തു. സോയിൽഡ് എന്ന് പറഞ്ഞാൽ മണ്ണ് പുരളുക. Her knees were bruised and blood oozed out. അവളുടെ കാൽമുട്ടുകൾ മുറിഞ്ഞു, അതിൽ നിന്നും രക്തം ചീറ്റിത്തെറിച്ചു. ബ്രൂയിസ്ഡ് എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു, ഊസ്ഡ് എന്ന് പറഞ്ഞാൽ ചീറ്റിത്തെറിക്കുക. സ്റ്റിൽ ഷീ ഫെൽറ്റ് നോ പെയിൻ. പക്ഷേ അവൾക്ക് വേദന തോന്നിയില്ല. എ പേജ് ഓഫ് ഹെർ ബുക്ക് വാസ് ടോൺ. അവളുടെ പുസ്തകത്തിൻ്റെ ഒരു പേജ് കീറിപ്പോയി. ഹെർ സ്ലേറ്റ് വാസ് ബ്രോക്കൺ ആസ് വെൽ. അവളുടെ സ്ലേറ്റ് പൊട്ടുകയും ചെയ്തു. ഷീ സ്റ്റുഡ് ഇൻ ദ റെയിൻ ആൻഡ് ക്രൈഡ് ബിറ്റർലി. അവൾ ആ മഴയത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു. അവൾ സ്കൂളിലെത്തിയപ്പോൾ ചില കുട്ടികൾ അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി, കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ലോഫിംഗ് അറ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കി ചിരിക്കുക. ദ ടീച്ചർ ബാങ്ക്ഡ് ദ കെയിൻ ഓൺ ദ ടേബിൾ ആൻഡ് എവരിബഡി ബിക്കെയിം സൈലൻറ്റ്. ടീച്ചർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ടേബിളിൽ, മേശപ്പുറത്ത് അടിച്ചു, ഉറക്കെ അടിച്ചു. അപ്പോൾ എല്ലാവരും നിശബ്ദരായി. ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ അടിച്ചു എന്നാണ് അർത്ഥം. ദ ടീച്ചർ ഗ്ലെയർഡ് അറ്റ് ലില്ലി. ടീച്ചർ ലില്ലിയെ തുറിച്ചു നോക്കി, ദേഷ്യത്തോടെ നോക്കി. ഗ്ലെയർഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ നോക്കുക. വൈ ഡിഡ് യു കം ഡ്രെഞ്ച്ഡ് ഇൻ റെയിൻ? നീ എന്താണ് മഴയത്ത് നനഞ്ഞു വന്നത്? ഡോണ്ട് യു ഹാവ് എൻ അംബ്രല്ല? നിനക്ക് കുടയൊന്നുമില്ലേ? നോ ടീച്ചർ, സെഡ് ലില്ലി വൈപ്പിംഗ് ഹെർ ടീയേഴ്സ് വിത്ത് ഹെർ ഹാൻഡ്. ഇല്ല ടീച്ചർ, തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ലില്ലി ടീച്ചറോട് പറഞ്ഞു. ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത. നീ പോയി ആ വരാന്തയിൽ നിൽക്ക്. യു വിൽ ഡർട്ടി ദ ക്ലാസ് റൂം. നീ ഈ ക്ലാസ് റൂം മുഴുവൻ അഴുക്കാക്കും. ദ ടീച്ചർ പോയിന്റഡ് ടു ദ വരാന്ത. ടീച്ചർ വരാന്തയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ലില്ലി സോ ഗ്രേസി ജിഗ്ലിംഗ്. ഗ്രേസി കുലുങ്ങിച്ചിരിക്കുന്നത് ലില്ലി കണ്ടു. ഹെർ ഹാർട്ട് സാങ്ക്. അവളുടെ ഹൃദയം വേദനിച്ചു. സാങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോയി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ വേദനിച്ചു എന്നാണ് അർത്ഥം. ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ്. മഴ നിന്നു. ബട്ട് ടീയേഴ്സ് സ്റ്റിൽ റോൾഡ് ഔട്ട് ഓഫ് ഹെർ ചീക്സ്. പക്ഷെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചുകൊണ്ടേയിരുന്നു. ഇനി ഒരു ചോദ്യമാണ്. ലില്ലി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ വരാന്ത. ലില്ലി വരാന്തയിൽ നിൽക്കുകയായിരുന്നു.
The class teacher, Gracie and other children were looking at her. ക്ലാസ് ടീച്ചറും ഗ്രേസിയും മറ്റു കുട്ടികളും അവളെ നോക്കുകയാണ്. ലില്ലീസ് ഫേസ് ബിക്കെയിം പെയിൽ. ലില്ലിയുടെ മുഖം വിളറി. വാട്ട് വുഡ് ലില്ലീസ് തോട്ട്സ് ബി? അപ്പോൾ എന്തായിരിക്കാം ലില്ലിയുടെ ചിന്തകൾ? ഐ ഹാഡ് നോ അംബ്രല്ല. എനിക്ക് ഒരു കുടയില്ല. ഗ്രേസി ഡിഡിൻ ലെറ്റ് മീ ഇൻ അണ്ടർ ഹെർ അംബ്രല്ല. ഗ്രേസി എന്നെ അവളുടെ കുടയുടെ താഴെ നിർത്തിയില്ല. സോ ഐ ഡ്രെഞ്ച്ഡ് ഇൻ റെയിൻ. അപ്പോൾ ഞാൻ മഴയിൽ നനഞ്ഞു. മൈ ബുക്സ് വെർ വെറ്റ്. എൻ്റെ പുസ്തകങ്ങളും നനഞ്ഞു. ഐ വാസ് എ ലിറ്റിൽ ലേറ്റ് ഇൻ ക്ലാസ്. ഞാൻ ക്ലാസ്സിൽ കുറച്ചു സമയം വൈകിപ്പോയി. മൈ ടീച്ചർ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. എൻ്റെ ടീച്ചർ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഷീ ആസ്ക്ഡ് മീ ടു സ്റ്റാൻഡ് ഔട്ട്സൈഡ്. ടീച്ചർ എന്നോട് പുറത്തു നിൽക്കാൻ പറഞ്ഞു. ഓൾ ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് വെർ ലോഫ്ഡ് അറ്റ് മീ. എൻ്റെ എല്ലാ സഹപാഠികളും എന്നെ കളിയാക്കി ചിരിച്ചു. ഓ ഗോഡ്, വാട്ട് എ സാഡ് ഡേ. എൻ്റെ ദൈവമേ, എന്തൊരു മോശമായ ദിവസമാണ്. ഇനി നമുക്ക് നമ്മൾ പഠിച്ച ഈ ഭാഗത്തിലെ കുറച്ച് പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം. ഡ്രെഞ്ച്ഡ്, തറലി വെറ്റ്, മുഴുവനായും നനഞ്ഞ. ബ്രൂയിസ്, ആൻ ഇഞ്ചുറി, ഒരു മുറിവ്. ഊസ്ഡ്, സീപ്പ് ഔട്ട്, ചീറ്റിത്തെറിച്ചു. ഗ്ലയേഡ്, സ്റ്റെയർ, തുറിച്ചു നോക്കി. സൈഡ്, ടേക്ക് ഡീപ് ബ്രീത്ത്, നെടുവീർപ്പിട്ടു, ദീർഘനിശ്വാസമെടുത്തു. ജിഗിൾ, ലോഫ് റിപ്പീറ്റഡ്ലി, കുലുങ്ങിച്ചിരിക്കുക, നിർത്താതെ ചിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇനി നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കാം. ഡ്രെഞ്ച്ഡ്, ഐ ഡ്രെഞ്ച്ഡ് ഇൻ റെയിൻ. ഞാൻ മഴയിൽ നനഞ്ഞു. ബ്രൂയിസ്, ഐ ഫെൽ ആൻഡ് ബ്രൂയിസ്ഡ് മൈ നീ. ഞാൻ വീണ് എൻ്റെ മുട്ടിൽ മുറിവ് പറ്റി. ഊസ്ഡ്, ബ്ലഡ് വാസ് ഊസ്ഡ് ഫ്രം ദ വൂണ്ട്. മുറിവിൽ നിന്നും രക്തം ചീറ്റിത്തെറിച്ചു. ഗ്ലയേഡ്, ഷീ ഗ്ലയേഡ് അറ്റ് മീ. അവൾ എന്നെ തുറിച്ചു നോക്കി. സൈഡ്, ഐ സാറ്റ് ഇൻ എ ചെയർ ആൻഡ് സൈഡ് വിത്ത് റിലീഫ്. ഞാൻ ഒരു കസേരയിലിരുന്ന് ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിട്ടു. ജിഗിൾ, ദേ ജിഗിൾഡ് അറ്റ് സം ജോക്ക്. ഒരു തമാശ കേട്ട് അവർ കുലുങ്ങിച്ചിരിച്ചു. ലുക്ക് അറ്റ് ദ പാസേജ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. Certain words in it are missing. The missing words tell more about the actions. Revisit the story and find out the missing words. താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ആ പാസേജിൽ കുറച്ച് വേർഡ്സ് മിസ്സിംഗ് ആണ്. ചില ആക്ഷൻസിനെ മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡ്സ് ആണ് വിട്ടുപോയിരിക്കുന്നത്. അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേസി പ്ലീസ്, ലില്ലി ബെഗ്ഡ് അഗെയിൻ. I won't let you in under my umbrella, Gracie said. Lily could not control her tears. She wept. The rain also was cruel to her. It came down on her. പാഠത്തിലെ ഈ പാസേജ് നന്നായി വായിച്ചാൽ മനസ്സിലാക്കാം. ഗ്രേസി സെഡ് സ്റ്റബേൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു, സ്റ്റബേൺലി. അതുപോലെ ഷീ വെപ്റ്റ് ബിറ്റർലി. അവൾ പൊട്ടിക്കരഞ്ഞു, ഭയങ്കരമായി കരഞ്ഞു. ഇറ്റ് കെയിം ഡൗൺ ഹെവിലി ഓൺ ഹെർ. മഴ അവളുടെ മേൽ കോരിച്ചൊരിഞ്ഞു അല്ലെങ്കിൽ ശക്തിയായി പെയ്തു. ഹെവിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു മേ ഫൈൻഡ് മോർ സച്ച് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് ആഡ് ടു ദ ലിസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആക്ഷൻ വേർഡ്സും അവയെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്സും കഥയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലോയിങ് ലാംഗ്വിഡ്ലി, സ്വേയിങ് ജെന്റ്ലി, ക്രൈഡ് ബിറ്റർലി. നൗ റീഡ് ദ ഫോളോയിങ് സ്റ്റോറി. സം വേർഡ്സ് ആർ അണ്ടർലൈൻഡ് ഇൻ ഇറ്റ്. സെലക്ട് ആപ്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ബിലോ ആൻഡ് പ്ലേസ് ദം ബിഫോർ ദ ആക്ഷൻ വേർഡ്സ്. ഇനി ഒരു കഥ വായിക്കാം. ഈ കഥയിൽ കുറച്ച് വേർഡ്സിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഈ അണ്ടർലൈൻ ചെയ്ത ആക്ഷൻ വേർഡ്സിന് മുൻപിലായി താഴെ ബോക്സിൽ കൊടുത്ത പദങ്ങൾ കൃത്യമായി എഴുതണം. നമുക്കെല്ലാം അറിയാവുന്ന
ആമയുടെയും മുയലിൻ്റെയും കഥയാണിത്. കൂട്ടുകാർക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതായി കാണാം. ടോക്ക്ഡ്, ആക്സെപ്റ്റഡ്, റാൻ, റീച്ച്ഡ്, ലോവേർഡ് എന്നീ വേർഡുകളാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. താഴെ സ്ലോലി, പ്രൗഡ്ലി, ബ്രേവ്ലി, ഷെയിംഫുള്ളി, ജെന്റ്ലി എന്നിങ്ങനെ കുറച്ച് മോഡിഫയിങ് വേർഡ്സും കൊടുത്തിട്ടുണ്ട്. പ്രൗഡ്ലി ടോക്ക്ഡ്, അഭിമാനത്തോടെ സംസാരിച്ചു. ബ്രേവ്ലി ആക്സെപ്റ്റഡ്, ധൈര്യത്തോടെ സ്വീകരിച്ചു. സ്ലോലി റാൻ, പതുക്കെ ഓടി. ജെന്റ്ലി റീച്ച്ഡ്, സാവധാനം എത്തി. ഷെയിംഫുള്ളി ലോവേർഡ്, നാണത്തോടെ താഴ്ത്തി. അടുത്തത് ഒരു പോയമാണ്. ഹാപ്പിനെസ് എന്നാണ് പോയത്തിൻ്റെ പേര്. ഇതെഴുതിയത് റെയ്മണ്ട് ക്ലെവി കാർവർ. റെയ്മണ്ട് ക്ലെവി കാർവർ വാസ് ആൻ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പോയറ്റ്. അദ്ദേഹം ഒരു അമേരിക്കൻ ചെറുകഥാകൃത്തും കവിയുമാണ്. ഹീ ഈസ് കൺസിഡേർഡ് ടു ബി എമംഗ്സ്റ്റ് അമേരിക്കാസ് ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ്. അമേരിക്കയിലെ പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. ഹാപ്പിനെസ്. സോ ഏർലി ഇറ്റ്സ് സ്റ്റിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട്. അതിരാവിലെ പുറത്ത് ഇരുട്ടു മാറിയിരുന്നില്ല. ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി ആൻഡ് ദ യൂഷ്വൽ ഏർലി മോർണിംഗ് സ്റ്റഫ്. ഞാൻ ജനാലക്കരികിൽ കാപ്പിയും മറ്റ് പതിവു കാര്യങ്ങളുമായി നിൽക്കുകയായിരുന്നു. ദാറ്റ് പാസസ് ഫോർ തോട്ട്. ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു. വെൻ ഐ സീ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട് വാക്കിംഗ് അപ്പ് ദ റോഡ് ടു ഡെലിവർ ദ ന്യൂസ് പേപ്പർ. പത്രമിടാനായി വന്ന കുട്ടിയും അവൻ്റെ കൂട്ടുകാരനും റോഡിലൂടെ വരുന്നത് ഞാൻ കണ്ടു. ദേ വെയർ ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സ്. അവർ തൊപ്പികളും സ്വെറ്ററുകളും ധരിച്ചിരുന്നു. ആൻഡ് വൺ ബോയ് ഹാസ് എ ബാഗ് ഓവർ ഹിസ് ഷോൾഡർ. ഒരാളുടെ തോളിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ദേ ആർ സോ ഹാപ്പി. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ദേ ആറിൻറ്റ് സേയിങ് എനിത്തിങ് ദീസ് ബോയ്സ്. അവർ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഐ തിങ്ക് ഇഫ് ദേ കുഡ് ദേ വുഡ് ടേക്ക് ഈച്ച് അതേഴ്സ് ആം. അവർക്ക് സാധിക്കുമെങ്കിൽ അവർ കൈകൾ കോർത്തു പിടിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇറ്റ്സ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ് ടുഗദർ. ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് അവരുടെ ഒരുമ പ്രകടമായിരുന്നു. ദേ കം ഓൺ സ്ലോലി. അവർ പതുക്കെ വന്നുകൊണ്ടിരുന്നു. ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്. നേരം വെളുത്തു തുടങ്ങി. ദോ ദ മൂൺ സ്റ്റിൽ ഹാങ്സ് പെയിൽ ഓവർ ദ വാട്ടർ, സച്ച് ബ്യൂട്ടി ദാറ്റ് ഫോർ എ മിനിറ്റ്. ചന്ദ്രൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ആ നിമിഷത്തിന് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഡെത്ത് ആൻഡ് അംബിഷൻ, ഈവൺ ലവ് ഡസിൻ എൻ്റർ ഇൻ ടു ദിസ്. ആ നിമിഷത്തിൽ മരണമോ ആഗ്രഹങ്ങളോ എന്തിന് സ്നേഹം പോലുമോ പ്രസക്തമായിരുന്നില്ല. ഹാപ്പിനെസ്, ഇറ്റ് കംസ് ഓൺ അൺഎക്സ്പെക്റ്റഡ്ലി. സന്തോഷം അത് പ്രതീക്ഷിക്കാതെയാണ് കടന്നു വരുന്നത്. ആൻഡ് ഗോസ് ബിയോണ്ട് റിയലി ആൻഡ് ഏർലി മോർണിംഗ് ടോക്ക് എബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ പറഞ്ഞു ഫലിപ്പിക്കാവുന്നതിലും അപ്പുറത്താണ്. റെയ്മണ്ട് കാർവർ. വിൻ്ററിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സീസൺസ് അഥവാ ഋതുക്കൾ. ഏതൊക്കെയാണ് പല ഋതുക്കൾ? വിൻ്റർ, ഒക്കറിങ് ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി. വിൻ്റർ എന്ന് പറഞ്ഞാൽ ശൈത്യകാലം അഥവാ മഞ്ഞുകാലം. സമ്മർ ഓർ പ്രീ മൺസൂൺ സീസൺ ലാസ്റ്റിംഗ് ഫ്രം മാർച്ച് ടു മെയ്. സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. മൺസൂൺ ഓർ റെയിനി സീസൺ ലാസ്റ്റിംഗ് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. മൺസൂൺ മഴക്കാലമാണ്. ഓട്ടം ഓർ പോസ്റ്റ് മൺസൂൺ സീസൺ ലാസ്റ്റിംഗ് ഫ്രം ഒക്ടോബർ ടു നവംബർ. ഓട്ടം എന്നാൽ ശരത്കാലമാണ്. സമ്മർ ക്ലോത്ത്സ്. ഡ്യൂറിങ് സമ്മർ വി നോർമലി വെയർ ലൈറ്റ് ആൻഡ് ലൂസ് കോട്ടൺ ഓർ ലിനൻ ക്ലോത്ത്സ്. വേനൽക്കാലത്ത് നമ്മൾ കനം കുറഞ്ഞ ലൂസായ പരുത്തി വസ്ത്രങ്ങളോ ലിനൻ വസ്ത്രങ്ങളോ ആണ് ഉപയോഗിക്കുക.
വി സ്വെറ്റ് എ ലോട്ട് ഇൻ സമ്മർ. നമ്മൾ വേനൽക്കാലത്ത് ഒരുപാട് വിയർക്കും. കോട്ടൺ ഈസ് എ ഗുഡ് അബ്സോർബർ ഓഫ് വാട്ടർ. പരുത്തി വസ്ത്രങ്ങൾ വെള്ളം വലിച്ചെടുക്കാൻ വളരെ നല്ലതാണ്. വിൻ്റർ ക്ലോത്ത്സ്. വിൻ്റർ ക്ലോത്ത്സ് ആർ എസ്പെഷ്യലി ഔട്ടർ വെയർ ലൈക്ക് കോട്ട്സ്, ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സ്, ഹാറ്റ്സ്, സ്കാർവ്സ് ആൻഡ് ഗ്ലൗസ്. മഞ്ഞുകാലത്തെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തിടുന്ന കോട്ടുകൾ, ജാക്കറ്റുകൾ, സ്വെറ്ററുകൾ, തൊപ്പികൾ, സ്കാർഫുകൾ, കയ്യുറകൾ എന്നിവയൊക്കെയാണ്. വിൻ്റർ ക്ലോത്ത്സ് കീപ് അസ് വാം. മഞ്ഞുകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് ചൂട് പകരുന്നു. മൺസൂൺ ക്ലോത്ത്സ്. വി വെയർ സിന്തറ്റിക് ക്ലോത്ത്സ് ഇൻ ഹ്യൂമിഡ് കണ്ടീഷൻസ് സച്ച് ആസ് റെയിനി സീസൺ ആസ് ദേ ആർ സ്ട്രെച്ചബിൾ, വാട്ടർ പ്രൂഫ് ആൻഡ് റിങ്കിൾ ഫ്രീ. നമ്മൾ മഴക്കാലത്ത് സിന്തറ്റിക് വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുക. കാരണം അവ വെള്ളം പിടിക്കാത്തവയും ചുളിയാത്തവയുമാണ്. തിക്ക് ക്ലോത്തിങ് മെറ്റീരിയൽസ് ലൈക്ക് ഡെനിംസ് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ദേ ടേക്ക് എ ലോങ് ടൈം ടു ഡ്രൈ. ഡെനിം പോലുള്ള കട്ടിയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ആ സമയത്ത്, അതായത് മഴ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. ലോങ് ഫ്ലോയിങ് സ്കേർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ് വിൽ ഈസിലി സോയിൽ ഇൻ ദ മഡ്. നീളമുള്ള പാവാടകളും നീളൻ പാൻറ്റുകളും ആ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം അവയിൽ മണ്ണ് പുരളാൻ സാധ്യതയുണ്ട്. ഓട്ടം ക്ലോത്ത്സ്. Clothes generally worn in autumn include denim and corduroy pants, long sleeve shirts, jackets, boots and coats. ഓട്ടം സീസണിൽ സാധാരണയായി ആളുകൾ ധരിക്കുന്നത് ഡെനിം കോഡ്രോയ് പാൻറ്റുകളും നീളൻ കൈകളുള്ള ഷർട്ടുകളും ജാക്കറ്റുകളും ബൂട്ട്സുകളും കോട്ടുകളുമാണ്. Pants are preferred in autumn over shorts or skirts to keep the legs warm as temperature may drop significantly in many parts of the country during this season. ഓട്ടം സീസണിൽ താപനില പെട്ടെന്ന് താഴാൻ സാധ്യതയുള്ളതുകൊണ്ട് ഷോർട്സ്, സ്കർട്ട് എന്നിവയ്ക്ക് പകരം പാൻസ് ധരിക്കുന്നതാണ് കാലുകൾക്കൊക്കെ ചൂട് കിട്ടാൻ നല്ലത്. ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല എന്ന പാഠവും ഹാപ്പിനെസ് എന്ന പോയവും മറ്റ് ആക്ടിവിറ്റികളും എല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.